ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിൻ്റെ അപ്രോച്ചസിനെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഒന്ന് സോയിൽ വാട്ടർ സ്റ്റാറ്റസ്, പിന്നെ നമ്മൾ കണ്ടത് വെതർ പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ പാരാമീറ്റേഴ്സ്. ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പ്ലാന്റ് പാരാമീറ്റേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയസ് ആണ് വിഷ്വൽ സിംറ്റംസ്, പിന്നെ യൂസിങ് ഓഫ് സോയിങ് ഹൈ സീഡ് റേറ്റ്, പിന്നെ ക്രിട്ടിക്കൽ ക്രോപ്പ് ഗ്രോത്ത് സ്റ്റേജ്. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാരാമീറ്റേഴ്സിലെ തന്നെ അടുത്ത ഒരു പാരാമീറ്ററാണ് കാനപ്പി ടെമ്പറേച്ചർ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. The plant canopy temperature responds to air temperature and the relative transpiration rate. പ്ലാന്റ് കാനപ്പി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇല നിൽക്കുന്ന പോർഷനാണ് കാനപ്പി എന്ന് പറയുന്നത്. അപ്പം ആ കാനപ്പിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ എയർ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ആ പ്ലാന്റിൻ്റെ ട്രാൻസ്പിറേഷൻ റേറ്റും അനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. The leaves of a water stressed plants are warmer than a non stressed plant due to reduced evaporative cooling. അപ്പം നല്ല വാട്ടർ സ്ട്രെസ് എന്നത് വെള്ളമില്ലാതെ വാട്ടർ സ്ട്രെസ്ഡ് ആയി നിൽക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് വാർമറായിരിക്കും. അവർക്ക് ചൂട് കൂടുതലായിരിക്കും, കാരണം ട്രാൻസ്പിറേഷൻ വഴിയുള്ള കൂളിങ് അവിടെ കുറവായിരിക്കും. Difference between the canopy temperature under actual condition, air temperature, and the expected canopy temperature under non-stressed and fully stressed condition is used to decide the timing of the irrigation application. ഓക്കെ, അതായത് നമുക്കുള്ള ആക്ച്വൽ കണ്ടീഷനിൽ, അതായത് ആക്ച്വൽ കാനപ്പി ടെമ്പറേച്ചറും എക്സ്പെക്റ്റഡ് കാനപ്പി ടെമ്പറേച്ചർ ഇൻ നോൺ സ്ട്രെസ്ഡ് ആൻഡ് ഫുള്ളി സ്ട്രെസ്ഡ് കണ്ടീഷൻ. നോൺ സ്ട്രെസ്ഡ് ആയെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നല്ല വെള്ളമുള്ള സമയത്തുള്ള കാനപ്പി ടെമ്പറേച്ചർ, അതും ആക്ച്വലും വേണം എക്സ്പെക്റ്റഡും വേണം. നമ്മൾ അത് ഫോർമുലാസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസസ് വെച്ചിട്ട് ആക്ച്വലായിട്ട് അളന്നെടുക്കുന്നതും, ഇത് രണ്ടും നോക്കും. ഈ രണ്ട് ടെമ്പറേച്ചറും വേണം. അത് സ്ട്രെസ്ഡ് കണ്ടീഷനിലേയും വേണം, നോൺ സ്ട്രെസ്ഡ് കണ്ടീഷനിൽ വേണം. എന്നിട്ട് ഇത് തമ്മിലുള്ള കമ്പാരിസൺ വെച്ചിട്ടാണ് നമ്മൾ ഇറിഗേഷൻ്റെ ഷെഡ്യൂളിങ് എപ്പോഴാണ് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ദ കാനപ്പി ടെമ്പറേച്ചർ ക്യാൻ ബി മെഷേർഡ് യൂസിങ് 2 ways. ഒന്ന്, ഇൻഫ്രാറെഡ് തെർമോമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കാനപ്പി ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. 2, റിമോട്ട് സെൻസിങ് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് കാനപ്പി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് കാനപ്പി ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ കാനപ്പി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? ഇറ്റ് simultaneously measures the canopy temperature and the air temperature and displays Tc minus Ta values which can be used for scheduling irrigation. അപ്പം ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരേ സമയം കാനപ്പി ടെമ്പറേച്ചർ TCയും മെഷർ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എയർ ടെമ്പറേച്ചർ, ആ പർട്ടിക്കുലർ പ്ലേസിലെ അല്ലെങ്കിൽ ആ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തെ എയർ ടെമ്പറേച്ചറും TAയും മെഷർ ചെയ്യാൻ പറ്റും. എന്നിട്ട് TC മൈനസ് TA വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. The negative value indicates that plants have sufficient amount of water. അപ്പം ഈ TC മൈനസ് TA എന്ന് പറയുന്നത് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ, അതായത് എയർ ടെമ്പറേച്ചർ ആണ് കൂടുതൽ എങ്കിൽ, അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടും, മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പം മൈനസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ സ്ട്രെസ് ഒന്നുമില്ല, ആ പ്ലാന്റിന് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആ മണ്ണിലുണ്ട്. ഇനി ഇൻ കേസ് 0യോ പോസിറ്റീവ് വാല്യൂസോ ആണ് കിട്ടുന്നതെങ്കിൽ അത് ആ പ്ലാന്റ് അണ്ടർ സ്ട്രെസ്സിലാണ്, അതിന് ഇറിഗേഷൻ അത്യാവശ്യം ആണ് എന്ന് മനസ്സിലാക്കാം. The stress degree days used for irrigation scheduling are summed in a manner that is analogous to growing degree days. അപ്പം സ്ട്രെസ് ഡിഗ്രി ഡേയ്സ് എന്ന് പറയുന്നത് എത്ര ദിവസമാണ് സ്ട്രെസ്സ് വരുന്നത്, ടോട്ടൽ ക്രോപ്പ് പീരീഡിൽ എത്ര ദിവസം ആ പ്ലാന്റ് സ്ട്രെസ് കണ്ടീഷനിലായിരുന്നു,
അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. നിങ്ങൾ SDD എന്നുള്ള വാക്ക് ഓർത്തിരുന്നാൽ മതി. ഇറ്റ് സ്ട്രെസ് ഡിഗ്രി ഡേയ്സ് എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, SDD. അപ്പോൾ ഇറ്റ് ഡിഫൈൻസ് ദ ഡിഗ്രി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് പ്ലാന്റ് വാട്ടർ ഡെഫിസിറ്റ് ഇൻ ക്രോപ്പ്. ഇറ്റ് ഈസ് ദ ഡിഗ്രി ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് പ്ലാന്റ് വാട്ടർ ഡെഫിസിറ്റ് ഇൻ എ ക്രോപ്പ്. It can be calculated on daily growth stage basis or for the entire season. രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രെസ് ഡിഗ്രി ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് സംഭവം കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഈ സാധനം വെച്ചിട്ട് നമുക്ക് ക്യാനപ്പി ടെമ്പറേച്ചറും എയർ ടെമ്പറേച്ചറും മെഷർ ചെയ്യാം. എന്നിട്ട് TC - TA വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ആ TC - TA വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പ്ലാന്റിന് വെള്ളമുണ്ട്, ഇറിഗേഷൻ ചെയ്യേണ്ട. അതേസമയം അത് 0യോ പോസിറ്റീവോ ആണെങ്കിൽ നമ്മൾ പ്ലാന്റ് സ്ട്രെസ്ഡ് കണ്ടീഷനിലാണ്, നമ്മൾ വെള്ളം കൊടുത്തേ മതിയാകൂ. ഇനി നെക്സ്റ്റ് റിമോട്ട് സെൻസിങ്. എങ്ങനെയാണ് റിമോട്ട് സെൻസിങ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ അളക്കാനായിട്ട് പറ്റുന്നത്? ഇൻ പ്രോജക്റ്റ് ഏരിയാസ് വെർ എ സിംഗിൾ ക്രോപ്പ് ഇസ് ഗ്രോൺ ഓൺ എ ലാർജ് ഏരിയ, ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിമോട്ട് സെൻസിങ് ഡേറ്റ. അപ്പോൾ ഈ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഒരു സിംഗിൾ ക്രോപ്പ് നമ്മളൊരു ലാർജ് ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നെൽപ്പാടം എടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പം കണ്ണെത്താത്തത്രയും ദൂരം നമുക്ക് നെൽപ്പാടമാണ്. അപ്പം ലാർജ് ഏരിയയിൽ സിംഗിൾ ക്രോപ്പ്. അപ്പോൾ നമുക്ക് റിമോട്ട് സെൻസിങ് വെച്ചിട്ട് ക്യാനപ്പി ടെമ്പറേച്ചർ അളക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റിമോട്ട് സെൻസിങ് ഡേറ്റ ഉപയോഗിക്കുന്നത്. റിഫ്ലക്റ്റൻസ് ഓഫ് സോളാർ റേഡിയേഷൻ ബൈ ദി പ്ലാന്റ്സ് വിത്ത് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി സ്ട്രെസ്ഡ് വാട്ടർ. അപ്പം ഈ വരുന്ന സൂര്യപ്രകാശത്തെ എന്ത് ചെയ്യും? ഇലകളിൽ തട്ടി അത് തിരിച്ചു പോകും അല്ലേ? അതാണ് റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഡ് പ്ലാന്റിനും നല്ല വെള്ളമുള്ള സമയത്ത് വളരുന്ന പ്ലാന്റിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിമോട്ട് സെൻസിങ് മെത്തേഡിൽ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. ദിസ് പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ്. അതാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ കേസസിൽ നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തുവാ? റിഫ്ലക്റ്റൻസ് ഓഫ് സോളാർ റേഡിയേഷൻ ബൈ ദ പ്ലാന്റ്സ് വിത്ത് എ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി സ്ട്രെസ്ഡ് പ്ലാന്റ്. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ റിമോട്ട് സെൻസിങ് മെത്തേഡിൽ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്ലാന്റ് പാരാമീറ്റേഴ്സ് അപ്രോച്ചിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വിഷ്വൽ സിംറ്റംസ്, ദെൻ സോവിങ് ഹൈ സീഡ് റേറ്റ്, ക്രിട്ടിക്കൽ ഗ്രോത്ത് സ്റ്റേജ്, കാനപ്പി ടെമ്പറേച്ചർ. 4 പാരാമീറ്റേഴ്സാണ് പ്ലാന്റ് പാരാമീറ്റേഴ്സ് അപ്രോച്ചിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് തിയറിറ്റിക്കൽ അപ്രോച്ച്. തിയറിറ്റിക്കൽ അപ്രോച്ചിൽ നമുക്ക് കുറേ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് ഡയറക്റ്റ് അപ്രോച്ച് പഠിക്കണം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഓർ പ്രിഡിക്റ്റീവ് അപ്രോച്ചും പഠിക്കണം. ബാക്കി രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് അപ്രോച്ചിൽ ആദ്യത്തെ അപ്രോച്ചാണ് ഡെപ്ത് ഇൻ്റർവെൽ ആൻഡ് ഈൽഡ് അപ്രോച്ച്. ഡയറക്റ്റ് അപ്രോച്ചിലെ ആദ്യത്തെ ആളാണ് ഡെപ്ത് ഇൻ്റർവെൽ ആൻഡ് yield approach. So in this method, different depths of irrigation water at a different time intervals are fixed arbitrarily are tried without considering the soil and weather characters. ഇവിടെ നമ്മൾ പ്ലാന്റിൻ്റെ റൂട്ട് ഡെപ്ത് മാത്രമേ നോക്കുന്നുള്ളൂ. ഡിഫറെൻറ്റ് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ് ഫിക്സ്ഡ് ആർബിട്രറി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാലേ കൂട്ടി ഫിക്സ് ചെയ്യുകയാണ്. ജസ്റ്റ് എന്താ പറയുക, ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ ചെയ്യുന്നതിനെയാണ് ആർബിട്രറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇറിഗേഷൻ വാട്ടറിൻ്റെ ഡെപ്ത് നേരത്തെ ഫിക്സ് ചെയ്യുകയാണ് വിത്തൗട്ട് കൺസിഡറിങ് സോയിൽ ആൻഡ് വെതർ ക്യാരക്ടേഴ്സ്. Irrigation treatment which gives maximum yield with a minimum depth and extended interval is chosen as the best irrigation method. അപ്പോൾ എങ്ങനെയുള്ള ഇറിഗേഷൻ മെത്തേഡാണ് നമ്മൾ ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്? ഇറിഗേഷൻ ട്രീറ്റ്മെൻറ്റ് വിച്ച് ഗീവ്സ് മാക്സിമം ഈൽഡ് വിത്ത് മിനിമം ഡെപ്ത്. വാട്ടർ മിനിമം ഡെപ്തിൽ ചെല്ലുമ്പം നമുക്ക് ആ പർട്ടിക്കുലർ ക്രോപ്പിൽ നിന്നും മാക്സിമം ഈൽഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആൻഡ് എക്സ്റ്റെൻഡഡ് ഇൻ്റർവെൽ, നമ്മൾ കൊടുക്കുന്ന വെള്ളം കൂടുതൽ സമയം മണ്ണിൽ നിലനിൽക്കുന്നു എങ്കിൽ ആ ഇറിഗേഷൻ ഷെഡ്യൂളാണ്, ആ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബെസ്റ്റ് ഇറിഗേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. Earlier, workers have adopted this practice to work out the duty of water for different crops in many irrigation projects. It is rough
It is the rough irrigation schedule. Hence, many irrigation projects which have adopted this practice have failed to achieve full efficiency. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഫുൾ എഫിഷ്യൻറ്റ് മെത്തേഡാണ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഡെപ്ത് മാത്രമല്ലേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളൊരു പ്രാക്ടിക്കൽ ബേസിസിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഫുൾ എഫിഷ്യൻസി കിട്ടണം എന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഡെപ്ത് ഇൻ്റർവെൽ ആൻഡ് ഈൽഡ് അപ്രോച്ച് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് അപ്രോച്ചാണ്. അതായത് ഡയറക്റ്റ് അപ്രോച്ചിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഡെപ്ത് ഇൻ്റർവെൽ ആൻഡ് ഈൽഡ് അപ്രോച്ച്. സെക്കൻഡ് വൺ ആണ് സോയിൽ മോയ്സ്ചർ ഡെഫിസിറ്റ് ആൻഡ് ഓപ്റ്റിമം മോയ്സ്ചർ റെജീം അപ്രോച്ച്. Soil moisture deficit and optimum moisture regime approach. This approach considered soil moisture content in the root zone of the crop for fixing the schedule. ഇവിടെ നമ്മൾ റൂട്ട് സോണിലുള്ള സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുന്നത്. When the soil moisture reaches a prefixed value, maybe 40% of the available soil moisture or 50% of the ASM or 60% of ASM, irrigation is given. നമ്മൾ നേരത്തെ പ്രീഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഒരു പർട്ടിക്കുലർ സോയിൽ കണ്ടീഷനിൽ അതിൻ്റെ സോയിൽ മോയ്സ്ചർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം അതൊരു 40% അവൈലബിൾ സോയിൽ മോയ്സ്ചർ ലെവലിൽ വരുമ്പോൾ നമ്മൾ ഇറിഗേഷൻ ചെയ്യണം. അതായത് അതങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ദ ഡിഗ്രി ഓഫ് ഡിപ്ലീഷൻ ഇസ് മെഷേർഡ് ത്രൂ പെർസെൻറ്റേജ് ഓഫ് അവൈലബിലിറ്റി ബൈ യൂസിങ് ഗ്രാവിമെട്രിക്, ടെൻഷ്യോമീറ്റർ, റെസിസ്റ്റൻസ് ബ്ലോക്ക്, ന്യൂട്രോൺ പ്രോബ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച എക്യുപ്മെൻറ്റ്സ് ആണ്. ഗ്രാവിമെട്രിക് മെത്തേഡ്, ടെൻഷ്യോമീറ്റർ മെത്തേഡ്, റെസിസ്റ്റൻസ് ബ്ലോക്ക്, ന്യൂട്രോൺ പ്രോബ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഓൾറെഡി. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ കണ്ടുപിടിക്കുന്നത്. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മെത്തേഡ്? സോയിൽ മോയ്സ്ചർ എലോൺ ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ ഡെപ്ത് മാത്രമായിരുന്നു കണ്ടത്. ഇവിടെ നമ്മൾ സോയിൽ മോയ്സ്ചർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഹെൻസ് ഇറ്റ് കനോട്ട് ബി ടേക്കൺ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സോയിൽ ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. ഇറ്റ് വേരീസ് ഫ്രം സോയിൽ ടു സോയിൽ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, സെൻസിറ്റീവ് ക്രോപ്പ് അപ്രോച്ച്. സെൻസിറ്റീവ് ക്രോപ്പ് അപ്രോച്ച്. The crops that are grown for their fresh leaves or fruits are more sensitive to water shortage than the crops which are grown for their dry seeds and fruits. നമുക്കറിയാം അല്ലേ, ഫ്രഷ് ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് അങ്ങനെയുള്ള, അതായത് നമ്മൾ അതിൻ്റെ എക്കണോമിക് പാർട്ട് ലീഫാണ് എന്നെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ടാണ് എന്നുണ്ടെങ്കിൽ എന്താ, അങ്ങനെയുള്ള പ്ലാന്റ്സിന് വാട്ടർ ഷോർട്ടേജ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അതേസമയം നട്ട്സ് പോലെയുള്ള, അതായത് ഡ്രൈ സീഡ്സിനും നട്ട്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അവർക്ക് വാട്ടർ സ്ട്രെസ് അത്ര പെട്ടെന്നൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല. ആണ് സെൻസിറ്റീവ് ക്രോപ്പ് അപ്രോച്ച്. ഇലച്ചെടികളെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ദി പ്ലാന്റ് ഒബ്സർവേഷൻ മെത്തേഡ്. ഇതെല്ലാം ഡയറക്റ്റ് അപ്രോച്ചിൻ്റെ കീഴിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. Plant observation method. Normally, in field condition, farmers used to adopt this practice for scheduling irrigation. പ്ലാന്റ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതാണ് പ്ലാൻ പാരാമീറ്റേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. So, a day-to-day change in plant physical character like color of the plant, erect nature of the plant leaves, wilting symptoms, etc. are closely and carefully observed on the whole and not for individual plant, and then time of irrigation is fixed according to the crop symptoms. Plant observation മെത്തേഡിൽ നമ്മൾ പ്ലാന്റിൻ്റെ സിംറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫാർമേഴ്സ് സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെടി വാടി നിൽക്കുന്ന കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മളവിടെ വെള്ളം ഒഴിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫാർമേഴ്സ് ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, ഫിസിക്കൽ ക്യാരക്ടേഴ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്ന് കളർ ഓഫ് ദി പ്ലാന്റ്, കളറ് മാറും. ചില പ്ലാന്റ്സിന് നമ്മൾ നേരത്തെ പഠിച്ചു, ചില പ്ലാന്റ്സിൻ്റെ വിൽട്ടിങ് ആകുമ്പോഴത്തേക്കും അവരുടെ കളറ് ചേഞ്ച് ചെയ്യും. അപ്പം നമുക്കറിയാം അവർ വെള്ളം ഒഴിക്കാറായിന്ന്. ഇനി ഇറക്റ്റ് നേച്ചർ ഓഫ് ദ പ്ലാന്റ് ലീവ്സ്, പ്ലാന്റ് ലീവ്സ് ഡ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും, വാടാനായിട്ട് തുടങ്ങും. പിന്നെ വിൽട്ടിങ് സിംറ്റം, പ്ലാന്റ് മൊത്തത്തിൽ വാടി നിൽക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യും. ഇറ്റ് നീഡ്സ് മോർ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് അബൌട്ട് ദ ക്രോപ്പ് ആസ് വെൽ ആസ് ദ ലോക്കൽ സർക്കംസ്റ്റാൻസസ് ലൈക്ക് ഫീൽഡ് കണ്ടീഷൻ, ദ റെയിനി ഡേയ്സ് ഓഫ് ദ ട്രാക്ട് എക്സെട്ര. ഇതൊക്കെ അറിഞ്ഞാലേ നമുക്കത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
ഡിസഡ്വാൻറ്റേജ് നോ ആക്യുറസി ഇൻ ഫൈൻഡിങ് ദി ക്രോപ്പ് വാട്ടർ നീഡ്. ഇതിവിടെ എത്ര വെള്ളം ഒഴിക്കണം, എത്ര സമയം ഒഴിക്കണം എന്നൊന്നുമില്ല. ചെടി വാടി നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കും. അത് എത്ര വെള്ളം വേണം, എങ്ങനെ വേണം എന്നൊന്നും നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു ആക്യുറസി ഇല്ല, ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറസി അവിടെ വരുന്നില്ല. സംടൈംസ് സെൻസിറ്റീവ് സിംറ്റംസ് ആർ എവിഡൻറ്റ് ഓൺലി ആഫ്റ്റർ റീച്ചിങ് ദി ഓൾമോസ്റ്റ് വിൽട്ടിംഗ് പോയിൻറ്റ്. ചില പ്ലാന്റ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻറ്റിനോട് അടുത്തെത്തുമ്പോൾ ഒട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേ അവർ ഈ സിംറ്റം കാണിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇറിഗേഷനൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി സമയം കഴിഞ്ഞു പോയി കാണും. പിന്നെ അത് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതിനെ മാത്രം, അതായത് പ്ലാന്റിൻ്റെ സിംറ്റംസ് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഈൽഡ് കിട്ടണം എന്ന് നിർബന്ധം ഇല്ല. അതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ദി ഇൻഡിക്കേറ്റർ പ്ലാന്റ് ടെക്നിക്. പ്ലാന്റിൻ്റെ ഇൻഡിക്കേഷൻ, ചില ഇൻഡിക്കേറ്റർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രോപ്പ് പ്ലാന്റ്സിൻ്റെ കൂടെ കുറച്ച് വാട്ടർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ പ്ലാന്റ്സും കൂടെ. അപ്പോൾ അത് സ്ട്രെസ്സ് കാണിക്കുമ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്രോപ്പിനും ഉടനെ തന്നെ വാട്ടർ സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ പ്ലാന്റ്സ് വാട്ടർ സ്ട്രെസ്സ് കാണിച്ച് ലീവ്സ് ഡ്രൂപ്പ് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കൊടുക്കും. അപ്പോൾ നമ്മുടെ ക്രോപ്പ് പ്ലാന്റിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്സ് ആണ് ക്രോപ്സ് ലൈക്ക് സൺഫ്ലവർ ആൻഡ് ടൊമാറ്റോ ആർ ഹൈലി സെൻസിറ്റീവ് ടു വാട്ടർ സ്ട്രെസ് വിച്ച് വിൽ ഷോ സ്ട്രെസ് സിംറ്റംസ് ഏർലിയർ ദാൻ ദി അതർ സ്ട്രെസ് ടോളറേറ്റിംഗ് ക്രോപ്സ്. മറ്റുള്ള ക്രോപ്പിനേക്കാളും ഈ രണ്ട് ക്രോപ്സ് പെട്ടെന്ന് വാട്ടർ സ്ട്രെസ് കാണിക്കും. Hence, to know the stress symptoms earlier, such sensitive crops are planted at random in the field. പ്ലാന്റിൽ നമ്മുടെ ക്രോപ്പിൻ്റെ ലാൻഡ് ഇപ്പോൾ സ്ക്വയർ ഷേപ്ഡ് പ്ലോട്ട് ആണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് നമ്മുടെ ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ആ ക്രോപ്പ് ലാൻഡിൽ റാൻഡമായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സും കുഴിച്ചു വെക്കും. And based on the stress symptoms noticed in such plants, scheduling of irrigation can be made. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ തക്കാളിയാണ് നടന്നതെങ്കിൽ തക്കാളി വാടി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇറിഗേഷൻ കൊടുക്കും. അപ്പം നമ്മുടെ ക്രോപ്പിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് ഈസ് ദ മൈക്രോ പ്ലോട്ട് ടെക്നിക് ഓർ ഇൻഡിക്കേറ്റർ plot technique. 1 cubic feet micro plot is made with coarse textured soil to have more infiltration, less water holding capacity and more evaporation than the actual main field. നമ്മളൊരു മൈക്രോ പ്ലോട്ട് ഉണ്ടാക്കുക, ഒരു ചെറിയ പ്ലോട്ട്, നമ്മുടെ ഫീൽഡ് മോഡലിൽ ഒരു ചെറിയ പ്ലോട്ട് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുക. അപ്പം നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, കോസ് ടെക്സ്ചേർഡ് സോയിൽ വെച്ചിട്ടാണ് ഈ മൈക്രോ പ്ലോട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ആ കോസ് ടെക്സ്ചേർഡ് സോയിലിൻ്റെ പ്രത്യേകത എന്തുവാ, അതിന് കൂടുതൽ ഇൻഫിൽട്രേഷൻ ഉണ്ട്, വെള്ളം പെട്ടെന്ന് അതിലൂടെ കടന്നു പോകും. പക്ഷേ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സോയിലിന് കുറവായിരിക്കും. അത് സാൻഡി സോയിലാണെന്ന് വിചാരിക്കാം. ആൻഡ് മോർ ഇവാപ്പറേഷൻ, ഒഴിക്കുന്ന വെള്ളത്തിന് ഇവാപ്പറേഷൻ റേറ്റ് വളരെ കൂടുതലുമായിരിക്കും ദാൻ ദി ആക്ച്വൽ മെയിൻ ഫീൽഡ്. Normally, the field soil is mixed with the sand in 1:2 ratio and refilled in the microplots made in the field. The seed of the same crop and variety is grown in microplot with all similar cultural practices as that of the main crop. The crops in microplot show early stress symptoms than that of the main field. നമ്മുടെ ക്രോപ്പിൽ മെയിൻ ഫീൽഡിൽ ഏത് ക്രോപ്പാണോ വിതയ്ക്കുന്നത് ആ സീഡ്സ് തന്നെ നമ്മൾ മൈക്രോ പ്ലോട്ടിലും വിതയ്ക്കും. നമ്മൾ മെയിൻ പ്ലോട്ടിൽ എന്തൊക്കെ കൾച്ചറൽ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ മൈക്രോ പ്ലോട്ടിലും കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്നുണ്ടാവുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൈക്രോ പ്ലോട്ടിൽ നിൽക്കുന്ന ക്രോപ്സ് വാട്ടർ സ്ട്രെസ്സ് പെട്ടെന്ന് കാണിക്കും. കാരണം ആ ഉപയോഗിക്കുന്ന സോയിലിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ സാൻഡി സോയിലല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഫീൽഡ് സോയിലിനെ സാൻഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ മൈക്രോ പ്ലോട്ട് ഉണ്ടാക്കുന്നത് 1:2 റേഷ്യോയിൽ. അപ്പം അവിടെ വെള്ളം ഒഴിക്കും, മീൻസ് മെയിൻ ഫീൽഡിനേക്കാളും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയൊക്കെ ഈ മൈക്രോ പ്ലോട്ടിൽ കുറവായതുകൊണ്ട് മൈക്രോ പ്ലോട്ടിൽ നിൽക്കുന്ന ചെടികൾ ആദ്യം സ്ട്രെസ് സിംറ്റംസ് കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മെയിൻ ഫീൽഡിൽ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് അപ്രോച്ചിൽ വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഡെപ്ത്, ഇൻ്റർവെൽ ആൻഡ് ഈൽഡ് അപ്രോച്ച്. Depth, interval and yield approach, then soil moisture deficit and optimum moisture regime approach, sensitive crop approach, plant observation method, indicator plant technique and microplot technique. Next, indirect approach or predictive approach. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും.
അതിൽ ആദ്യത്തേതാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഓർ ഫിനോളജിക്കൽ സ്റ്റേജ് അപ്രോച്ച്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഒരു പ്ലാന്റിന് വെള്ളം അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ ക്രോപ്പ് സ്റ്റേജിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ക്രോപ്പ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. The growth period of an annual crop can be divided into 4 growth stages. 4 growth stages ആയിട്ട് നമുക്ക് ഒരു ആനുവൽ ക്രോപ്പിനെ ഡിവൈഡ് ചെയ്യാം, ഗ്രോത്ത് പീരീഡ് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇനീഷ്യൽ സ്റ്റേജ്, ഫ്രം സോയിങ് ടു 10% ഗ്രൗണ്ട് കവർ. Then crop development stage, that is 10 to 70% ground cover. Mid-season stage, flowering to grain setting stage. And late season stage എന്ന് പറയുന്നത് ripening and harvest stage. ഇങ്ങനെ 4 സ്റ്റേജസ് ആയിട്ട് നമുക്കൊരു ഗ്രോത്ത് പീരീഡിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ വാട്ടർ സ്ട്രെസ് കോസസ് സിവിയർ ഈൽഡ് റിഡക്ഷൻ ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് വാട്ടർ റിക്വയർമെൻറ്റ്. അപ്പം ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ വാട്ടർ സ്ട്രെസ് കോസസ് സിവിയർ ഈൽഡ് റിഡക്ഷൻ ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് വാട്ടർ റിക്വയർമെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോയ്സ്ചർ സെൻസിറ്റീവ് പീരീഡ്. ഇതിനെ നമ്മൾ മോയ്സ്ചർ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓരോ ക്രോപ്പിൻ്റെയും സെൻസിറ്റീവ് സ്റ്റേജസ് തന്നിട്ടുണ്ട്. സീരിയൽസ് ആൻഡ് മില്ലറ്റ്സിൻ്റെ ഉണ്ട്, ഓയിൽ സീഡ്സിൻ്റെ ഉണ്ട്, ക്യാഷ് ക്രോപ്സിൻ്റെ ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ ഉണ്ട്, ലെഗ്യൂംസിൻ്റെ ഉണ്ട്. ദെൻ അതർ ക്രോപ്സ് ലൈക്ക് കോക്കനട്ട്, പൊട്ടാറ്റോ, ബനാന, സിട്രസ്, മാംഗോ, കോഫി, ഇതിൻ്റെ എല്ലാം ക്രിട്ടിക്കൽ സ്റ്റേജസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കണം. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ട്, അതായത് റൈസ്, പിന്നെ കോക്കനട്ട്, ബനാന, സൺഫ്ലവർ, മെയ്സ്, പിന്നെ വെജിറ്റബിൾസിൻ്റെ, ഇതിൻ്റെ എല്ലാം തന്നെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്കത് വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. Okay, the moisture stress due to the restricted supply of water during the moisture sensitive period or critical stage will irrevocably reduce the yield. ഈ ക്രോപ്പിൻ്റെ ഈ മോയ്സ്ചർ സ്ട്രെസ് പീരീഡിൽ വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈൽഡിനെ അത് കാര്യമായിട്ട് ബാധിക്കും. നല്ല റിഡക്ഷൻ ഉണ്ടാവും ഈൽഡിൽ. The provision of adequate water and fertilizer at other growth stages will not even help in recovering the yield loss due to the stress at the critical periods. ഇപ്പോൾ നമ്മൾ ഈ ക്രിട്ടിക്കൽ പീരീഡിൽ വെള്ളം കൊടുത്തില്ല, എന്തോ കാരണത്താൽ നമുക്ക് ചിലപ്പോൾ വെള്ളം ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം, എന്നാലും നമ്മൾ ആ സമയത്ത് വെള്ളം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. ബാക്കി അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജസിലെല്ലാം നമ്മൾ നല്ലപോലെ വെള്ളം കൊടുത്തു, നല്ല വളം ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ എന്നാലും ആ ക്രിട്ടിക്കൽ ഗ്രോത്ത് പീരീഡിൽ നമ്മൾ വെള്ളവും വളവും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, നമ്മുടെ ഈൽഡ് നമുക്കൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈൽഡ് കിട്ടത്തില്ല. അതിൽ ഒത്തിരി താഴെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത്. In general, the mid-season stage is the most sensitive stage to water shortage because shortage during this period will be reflected significantly on the yield. Mid-season സ്റ്റേജിലാണ് ഫ്ലവറിങ്ങും ഗ്രെയിൻ സെറ്റിങ്ങും നടക്കുന്നത്. അപ്പം മിക്ക ക്രോപ്പിൻ്റെയും ഈ മിഡ് സീസൺ സ്റ്റേജിലാണ് അവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് വരുന്നത്. അപ്പം ആ സ്റ്റേജിലാണ് അവർക്ക് മീൻസ് പൂ ഉണ്ടാവണം, പൂ കായാവുന്ന പീരീഡ് അത് അല്ലേ. അപ്പോൾ ആ സമയത്ത് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഉണ്ടാവുന്ന പൂ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഇപ്പം കായും കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊണ്ടുപോയി കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയത്തില്ലേ, അത് തന്നെ സംഭവം. അപ്പം okay, for most of the crops, at least the least sensitive stages are ripening and harvesting, except for vegetables like lettuce, cabbage, etc., which need water up to harvesting. അപ്പം ലെറ്റ്യൂസ്, ക്യാബേജ് അങ്ങനെയുള്ള ഇലച്ചെടികൾക്ക് വാട്ടർ എപ്പം വരെ വേണം, ഹാർവെസ്റ്റ് ആവുന്നതിന് വരെയും വേണം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ക്രോപ്സിൻ്റെ ലീസ്റ്റ് സെൻസിറ്റീവ്. അപ്പം നമുക്ക് നെല്ല് നോക്കിയാൽ അറിയാം, നെല്ലിൻ്റെ ലാസ്റ്റ് ഒരു റൈപ്പനിങ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ പാടത്ത് വെള്ളം ഉണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് വെള്ളം വളരെ കുറച്ച് മതി, ആ പ്ലാന്റിന് സർവൈവ് ചെയ്യാനുള്ള വെള്ളം മതി. മറ്റേ അതിന് മുന്നേ നമ്മുടെ പാനിക്കൽ ഇനിഷ്യേഷൻ സ്റ്റേജിലൊക്കെ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ആ വന്ന കതിര് എന്ത് പറ്റും, ഉണങ്ങിപ്പോവും അല്ലേ. അപ്പം നമുക്ക് പിന്നീട് അത് നമ്മുടെ നെല്ലിൻ്റെ ഹാർവെസ്റ്റ്, നമ്മുടെ ഈൽഡിനെ ബാധിക്കും. അപ്പോൾ ഇതാണ് സംഭവം. മിക്ക ക്രോപ്പിൻ്റെയും മിഡ് സീസൺ സ്റ്റേജ് ആയിരിക്കും മോസ്റ്റ് സെൻസിറ്റീവ് സ്റ്റേജ്.
ലീസ്റ്റ് സെൻസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ആയിരിക്കും, റൈപ്പനിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ആയിരിക്കും. സോ അണ്ടർ സ്കേഴ്സ് കണ്ടീഷൻ ഇൻ ആൻ ഇറിഗേഷൻ പ്രോജക്റ്റ് ഓർ ഇൻ എ ഫാം, ഇഫ് മോണോക്രോപ്പിംഗ് is followed with staggered sowing or planting, it is better to schedule irrigation to crops which has reached mid-season stage since it is the most critical stage. അപ്പോൾ നമുക്ക് വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പം നമുക്ക് ഉള്ള വെള്ളം, അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ കൂടുതലും ഈ മിഡ് സീസൺ സ്റ്റേജിൽ വെള്ളം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഷെഡ്യൂൾ ചെയ്യാൻ. ബാക്കി സമയത്തൊക്കെ പ്ലാന്റിന് സർവൈവ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കുക. ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാക്സിമം വാട്ടർ പ്ലാന്റിന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഇറിഗേഷൻ എപ്പോഴും ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് പ്രെഡിക്റ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അപ്രോച്ചിലെ ഫസ്റ്റ് മെത്തേഡാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് ഓർ ഫിനോളജിക്കൽ സ്റ്റേജ് അപ്രോച്ച്. അതിൽ നിങ്ങൾ ഓരോ ക്രോപ്പിൻ്റെയും സെൻസിറ്റീവ് സ്റ്റേജ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് നോക്കി പഠിച്ചോണം. നെക്സ്റ്റ് മെറ്റീരിയോളജിക്കൽ അപ്രോച്ച് ഓർ ദി climatological approach. Meteorological or the climatological approach. The basic principles employed with this approach are estimation of the daily potential evapotranspiration rates. Hence, ഇവിടെ നമ്മൾ ഏറ്റവും പൊട്ടൻഷ്യൽ ഇവാപ്പോട്രാൻസ്പിറേഷൻ റേറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് റിക്വയർസ് നോളജ് ഓൺ ദ ഷോർട്ട് ടേം ഇവാപ്പറേഷൻ റേറ്റ്സ് അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദ പ്ലാന്റ് ഡെവലപ്മെൻറ്റ്, സോയിൽ വാട്ടർ റിട്ടൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, പെർമിസിബിൾ സോയിൽ വാട്ടർ ഡെഫിസിറ്റ് ഇൻ റെസ്പെക്ട് ടു ഇവാപ്പറേറ്റീവ് ഡിമാൻഡ് ആൻഡ് ദി ഇഫക്റ്റീവ് റൂട്ടിംഗ് ഡെപ്ത് ഓഫ് ദി ക്രോപ്പ് ഗ്രോ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇറിഗേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇവാപ്പോ ട്രാൻസ്പിറേഷൻ റേറ്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, തന്നെയും പിന്നെയും ഒരേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. The irrigation scheduling is based on the cumulative plant evaporation and the irrigation depth or the irrigation at irrigation at ratio of irrigation water and the cumulative pan evaporation. അതായത് ആർ ഇറിഗേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് IW ഡിവൈഡഡ് ബൈ CPE. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയോളജിക്കൽ അപ്രോച്ചിൽ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇറിഗേഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മെത്തേഡ്? Advantages എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ബെസ്റ്റ് കോറിലേഷൻ കമ്പയർഡ് ടു അതർ ഫോമുല വെൻ ക്ലൈമാറ്റിക് പാരാമീറ്റേഴ്സ് ആൻഡ് സോയിൽ പാരാമീറ്റേഴ്സ് ആർ കൺസിഡേർഡ്. ഇവിടെ നമ്മൾ ക്ലൈമാറ്റിക് പാരാമീറ്റേഴ്സും സോയിൽ പാരാമീറ്റേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരുപോലെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ദിസ് ഗീവ്സ് ദി ബെസ്റ്റ് കോറിലേഷൻ. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് അപ്രോച്ച് ഇസ് സബ്ജക്ട് ടു മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ബൈ ദി സെലക്ടിങ് പാൻ സൈറ്റ്. നമ്മൾ ഇവാപ്പറോമീറ്റർ വെച്ചിട്ടായിരിക്കുമല്ലോ പൊട്ടൻഷ്യൽ ഇവാപ്പറേഷൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാൻ്റെ സൈറ്റ് മാറുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ USW Class A open pan evaporimeter reading from June to December amounted to 130 cm when pan is sited on grass field, 150 cm when pan is sited on the dry land with a stretch of grass, and 176 cm when pan is sited on the dry land without the stretch of grass. ഓക്കെ, അപ്പം ഓരോ സൈറ്റ് മാറുന്നതനുസരിച്ച് ഈ ഒരു ഇവാപ്പറോമീറ്ററിൻ്റെ റീഡിങ്ങും മാറിക്കൊണ്ടേയിരിക്കും. സൈറ്റ് സ്പെസിഫിക് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പാൻ റീഡിങ്സ് ജനറലി ഓവർ എസ്റ്റിമേറ്റ് ET ഡ്യൂറിങ് ഏർലി സ്റ്റേജ് ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള തിയറിറ്റിക്കൽ അപ്രോച്ച്. രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് ഡയറക്റ്റ് അപ്രോച്ച്, രണ്ട് ഇൻഡയറക്റ്റ് അപ്രോച്ച്. അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ബാക്കി നമ്മൾ പറഞ്ഞതെല്ലാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു.